ഇന്നത്തെ എൻ്റെ വീഡിയോ തികച്ചും ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഫ്രഷേഴ്സ് ഉദ്ദേശിക്കുന്നത് ജിമ്മിൽ പോയിട്ടില്ലാത്തവർ, അല്ലെങ്കിൽ ജിമ്മിൻ്റെ ഉപയോഗം എന്താണെന്ന് അറിയാത്തവർ, ഇതുവരെ ജിമ്മ് കാണാത്തവർ, ജിമ്മിനൊരു പേടിയോട് കൂടി നോക്കിക്കണ്ട് വീട്ടിലിരിക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഇപ്പോഴും ഉണ്ട്. ജിമ്മിൽ പോയാൽ എന്തെങ്കിലും സംഭവിച്ചു പോവുമോ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള പ്രശ്നം വഷളായി പോകുമോ എന്നൊക്കെ പേടിച്ച് വീട്ടിലിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവർക്കുള്ളൊരു വീഡിയോ ആണിത്. ഇനി അവരുടെ ഒരു ഡൗട്ട് മാറാൻ, അല്ലെങ്കിൽ ഒരു പേടി മാറാൻ ഒരു വീഡിയോ ഇതുവരെ കണ്ടാൽ മതി. എന്തിനാണ് നമ്മൾ ജിമ്മിൽ പോവേണ്ടത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ജിമ്മിൽ പോവേണ്ടത്? ഇതൊരു ക്വസ്റ്റ്യനാണ്. എത്ര പേർക്ക് ഇതിൻ്റെ ആൻസർ അറിയാതിരിക്കുമെന്ന് എനിക്കറിയില്ല. അറിയാവുന്നവരും ഉണ്ട്. അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ജിമ്മിൽ പോകുന്നത്? ശരിക്കും എന്തിനാണ് നമ്മൾ ജിമ്മിൽ ചേരേണ്ടത്? എല്ലാവരും ജിമ്മിൽ പോകുമോ എന്ന് പറഞ്ഞാലും നിങ്ങൾ പോയില്ലായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ പേടികളുണ്ട്. അല്ലെങ്കിൽ അറ്റ് ലാസ്റ്റ് ഡോക്ടർ പറയണം നിങ്ങൾ എന്തായാലും ജിമ്മിൽ ജോയിൻ ചെയ്തേ പറ്റൂ. എന്നാലും ചിലപ്പോൾ പേടിച്ചായിരിക്കും ജിമ്മിലൊക്കെ വരുന്നത്. ശരിക്കും നിങ്ങൾ പേടിക്കുന്ന സ്ഥലമാണ് ജിമ്മ് അല്ല. നമ്മൾ ജിമ്മിൽ പോകുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാവും. പ്രധാനമായിട്ട് പറഞ്ഞാൽ നമ്മളെ രോഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ജിമ്മ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങളുണ്ടല്ലോ, നമ്മുടെ ഡയബറ്റിക്സ് ആയാലും അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് ആയാലും ഒക്കെ നമുക്ക് ജിമ്മിൽ പോകുന്നുണ്ട് കുറയാണ് ചെയ്യുന്നത്. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ അവരുടെ മെഡിസിൻ വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ട് ജിമ്മിൽ വരുന്നതുകൊണ്ട്. റെഗുലറായിട്ട് വർക്കൗട്ടും അതുപോലെ ഡയറ്റും ഒക്കെ നോക്കുന്നതുകൊണ്ട് അവർക്ക് ഡയബറ്റിക്സ് കൺട്രോൾ ചെയ്തവർക്ക് മെഡിസിനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഓവറോൾ മൂഡ് ചേഞ്ച് ചെയ്യും നമ്മൾ ജിമ്മിൽ പോകുന്നതുകൊണ്ട്. അതുപോലെ നമ്മുടെ എനർജി ലെവലിൽ ചേഞ്ച് വരുത്തും. നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റികളിൽ ഭയങ്കര ചേഞ്ച് തോന്നും. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ തോന്നും, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ബോഡി വൈസ് ആയാലും അതുപോലെ മെൻ്റലി ആയാലും ഒക്കെ നമുക്ക് ഭയങ്കര ചേഞ്ച് തോന്നും നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ. മൊത്തത്തിൽ നമ്മളൊരു പോസിറ്റീവ് വൈബിലോട്ട് പോകും. പ്രധാനമായിട്ടും ജിമ്മിൽ പോകുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സ്ട്രെസ് റിലീസ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ ആവണമെന്നില്ല, സ്ട്രെസ് ആർക്കും ഉണ്ടാവാമല്ലോ. ഹൗസ് വൈഫ് ആയാൽ പോലും എല്ലാവർക്കും ഉണ്ടാവുന്നൊരു കാര്യമല്ലേ സ്ട്രെസ്. അത് റിലീസ് ചെയ്യാൻ നമുക്ക് ജിമ്മിൽ പോയാൽ പറ്റും. ഒന്നാമത് നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതുകൊണ്ട്. പിന്നെ നമുക്ക് ജിമ്മിലൂടെ കിട്ടുന്ന ഒരുപാട് റിലേഷൻഷിപ്പുകളുണ്ട്, ഒരുപാട് പുതിയ ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പം നമുക്ക് ഒരുപാട് ടൈം നമ്മൾ അവരോട് സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് മെൻ്റലിയും നമുക്കൊരു റിലാക്സേഷൻ ജിമ്മിൽ പോകുന്നതിലൂടെ കിട്ടും. പിന്നെയുള്ള പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഹെൽത്ത് വൈസ് അല്ലെങ്കിൽ നമുക്ക് ബോഡിയിൽ എന്തൊക്കെ ചേഞ്ച് കിട്ടും. നമുക്ക് ജിമ്മിൽ പോകുന്നുണ്ട് പ്രധാനമായിട്ട് നമുക്ക് ഇൻക്രീസ് ആവുന്ന ബോൺ ഡെൻസിറ്റിയാണ്. നമുക്കറിയാം 30 വയസ്സിന് ശേഷം സ്ത്രീകളിലെ ബോൺ ഡെൻസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റികൾ ചെയ്തേ പറ്റുള്ളൂ. പ്രധാനമായിട്ടും സ്ട്രെങ്ത് ട്രെയിനിങ് ആയിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. നമ്മൾ ജിമ്മിൽ പോയി നല്ലൊരു ട്രെയിനറിൻ്റെ അസിസ്റ്റൻസോട് കൂടി നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബോൺ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മസിൽ മാസ് ഇൻക്രീസ് ചെയ്യും. മസിൽ മാസ് കൂടുതൽ നമുക്ക് എന്താ പറ്റുന്നത്? നമുക്കുണ്ടാകുന്ന ജോയിൻറ്റ് പെയിനൊക്കെ ഒഴിവാക്കാൻ പറ്റും. നിലവിൽ ബാക്ക് പെയിനും ജോയിൻറ്റ് പെയിനും അതേപോലെ നീ പെയിനും ഒക്കെ ഉള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ നല്ല ചേഞ്ച് വരും ജിമ്മിൽ പോകുവാണെന്ന വരിയിൽ. നിങ്ങളൊന്ന് പോയി നോക്കും. നിങ്ങൾ കഴിക്കുന്ന മെഡിസിനേക്കാൾ എത്രയോ നല്ലതല്ലേ നമുക്കൊരു എക്സസൈസിലൂടെ നമ്മുടെ രോഗങ്ങൾ മാറ്റാൻ പറ്റുമെങ്കിലും. അതൊക്കെ നമുക്ക് ജിമ്മിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റുകളാണ്. ജിമ്മിൽ പോകുന്നവർ നോക്കി ഇപ്പോഴും കുറ്റം പറയുന്നവരോ അല്ലെങ്കിൽ അതിനൊരു ഉച്ചത്തോടെ കാണുന്നവരൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് ജിമ്മിൽ പോയാൽ നാളെ നമുക്ക് മെഡിസിനും കഴിച്ച് ഹോസ്പിറ്റലിലും കിടന്ന് നമ്മുടെ ജീവിതം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് എൻജോയ് ചെയ്ത് പാട്ടൊക്കെ കേട്ട് അടിപൊളിയായിട്ട് ജിമ്മിൽ വർക്കൗട്ടൊക്കെ ചെയ്ത് നമ്മുടെ ബോഡി അടിപൊളിയാക്കി വയ്ക്കാം നമുക്ക്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ, ആരൊക്കെയാണ് ജിമ്മിൽ പോകേണ്ടത്? ചിലവർ കരുതും ഒരുപാട് വണ്ണമുള്ള ആൾക്കാരും ഒബീസ് ആയിട്ടുള്ള ആൾക്കാരും മെലിയാൻ വേണ്ടി പോകുന്ന സ്ഥലമാണ് ജിമ്മ്. നിങ്ങൾക്ക് എന്തൊരു വണ്ണമാണെങ്കിൽ ജിമ്മിൽ പോകും എന്ന് പറയും. അല്ലെങ്കിൽ നല്ല ബോഡി ബിൽഡേഴ്സിനെ കണ്ടിട്ട്, ബോഡി ബിൽഡറെയൊക്കെ കണ്ടിട്ട് ഒരുപാട് ജിമ്മിൽ പോയി ഒരുപാട് മസിലൊക്കെ വരും. മസിലുള്ളവർക്ക് ജിമ്മന്മാരാണ് ജിമ്മിൽ പോകുന്നവരൊക്കെ മസിലുള്ളവരാണ് എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാണ് ജിമ്മിൽ പോവേണ്ടത് എന്നൊക്കെയാണ് പലരും പേടിക്കുന്നത് ജിമ്മിനെ പറ്റി ഓർത്തിട്ട്. പ്രധാനമായിട്ടും ലേഡീസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അതുപോലെ തന്നെ നാണക്കേടല്ലേ, ഈ പ്രായത്തിലൊക്കെ ഞാൻ ജിമ്മിൽ പോയി ചെയ്താൽ നാണക്കേടല്ലേ? എല്ലാവരും എന്നെ നോക്കൂലേ? പിന്നെ അവരെവിടെയൊക്കെ ഞാൻ നോക്കില്ലേ? ഡ്രസ്സിങ്, ഞാൻ ഈ ട്രാക്ക് പാൻറ്റും അങ്ങനെയൊക്കെ എടുത്തിട്ടാൽ, ടീഷർട്ടൊക്കെ ഇട്ടാൽ എല്ലാവരും എന്നെ തന്നെ നോക്കും, എനിക്ക് നാണക്കേടാണ് എന്ന് കരുതുന്നവർ ഒരുപാട് പേരുണ്ട്. അത് പേടിച്ച് ജിമ്മിൽ പോകാത്ത ഒരുപാട് പേരുണ്ട്. ജിമ്മിൽ വന്നിട്ടും ഈ പേടിയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളവരുണ്ട്. അതേപോലെ തന്നെയാണ് ഒരുപാട് സ്ലിം ആയിട്ടുള്ള ആൾക്കാർ. അവർ ജിമ്മിൽ പോവുകയാണെങ്കിൽ പറയും ഈ കൊച്ച് ഒരുപാട് മെലിഞ്ഞല്ലേ ഇരിക്കുന്നത്, വീണ്ടും മെലിയാൻ വേണ്ടിയിട്ടാണ് ജിമ്മിൽ പോകുന്നത് എന്നൊക്കെ കരുതുന്നവർ കാണും. പക്ഷെ അങ്ങനെയല്ല.
ജിമ്മിൽ പോകുന്നത് മെലിയാൻ വേണ്ടിയിട്ട് മാത്രമാണോ? അല്ല. ഈ സ്ലിം ആയിട്ടുള്ള ആൾക്കാർ ജിമ്മിൽ പോകുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? അവർ ഡയറ്റിൽ ചേഞ്ച് വരുത്തും ആദ്യം. ഡയറ്റ് ചേഞ്ച് വരുത്തിയിട്ട് അവർക്ക് വെയിറ്റ് ഗെയിൻ ആണ് അവരുടെ ഗോളെങ്കിൽ അതിന് വേണ്ട ഫുഡ് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തും. കൂടെ അവർ സ്ട്രെങ്ത് ട്രെയിനിങ്ങും ചെയ്യും, കാർഡിയോ വർക്കൗട്ടുകളും ചെയ്യും. കാർഡിയോ വർക്കൗട്ട് മെലിഞ്ഞിരിക്കാനും സ്കിപ്പ് ചെയ്യാനൊന്നും പറ്റുന്ന കാര്യമല്ല. കാർഡിയോയും ആവശ്യമാണ്, സ്ട്രെങ്ത് ട്രെയിനിങ്ങും ആവശ്യമാണ്. ഇതിനെല്ലാത്തിനും ഒരു റേഷ്യോ ഉണ്ട്. അപ്പോൾ ഈ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നതിലൂടെ അവരുടെ മസിൽ ഡെവലപ്മെൻറ്റ് സംഭവിക്കും. അതിലൂടെ അവർക്ക് എന്ത് പറ്റും? അവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും. ബെറ്റർ പോസ്റ്ററിലും ഷേപ്പിലും ഒക്കെ ആയിട്ട് അവർക്ക് അവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇതൊക്കെ സ്ലിമ്മായിട്ടുള്ള ആൾക്കാർ ജിമ്മിൽ പോകുന്ന കിട്ടുന്ന ഗുണങ്ങളാണ്. ഇനി പ്രായം. ജിമ്മിൽ ഒരു പ്രായപരിധി ഉണ്ടോ? ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും വരാൻ പറ്റുന്ന സ്ഥലമാണ് ജിമ്മ്, അല്ലേ? ഒരു കുട്ടികളൊക്കെ ജിമ്മിൽ പോയാൽ ഗ്രോത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഹൈറ്റ് ഇല്ല, മുരടിച്ചു പോകും എന്നൊക്കെ പറയുന്ന പല ആൾക്കാരും ഇപ്പോഴും ഉണ്ട്. എൻ്റെ ജിമ്മിൽ യങ് ആയിട്ട് അല്ലെങ്കിൽ 6 സ്റ്റാൻഡേർഡിലേക്കുള്ള കുട്ടികളൊക്കെ വരുന്നുണ്ട്. അവർക്കാർക്കും ഇങ്ങനെ ഹൈറ്റ് കുറഞ്ഞു പോയി ഒരു പരാതി ഇന്നേ വരെ കേട്ടിട്ടില്ല. എല്ലാവരും നല്ലൊരു ഫീഡ്ബാക്ക് തന്നിട്ടുള്ളൂ. അവരുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുകയേ ചെയ്യുള്ളൂ. സത്യം പറഞ്ഞാൽ ജിമ്മിൽ പോകുന്നതിലൂടെ ബോൺ ഡെൻസിറ്റി ഇൻക്രീസ് ആവും. അപ്പോൾ ചെറുതിലെ തന്നെ അവർക്ക് നല്ലൊരു ഗ്രോത്താണ് നമ്മൾ കൊടുക്കുന്നത് ഈ ജിമ്മിൽ പോകുന്നതിലൂടെ. പിന്നെ ബെറ്റർ ന്യൂട്രീഷനാണ്. പിന്നെ ജിമ്മിൽ പോകുന്നത് കൊണ്ട് തന്നെ ഒരു ബോധം കാണും, ഇന്ന കാര്യങ്ങളൊന്നും കഴിച്ചുകൂടാ, അല്ലെങ്കിൽ കഴിക്കണം എന്നൊക്കെ ഒരു ബോധം കാണും. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്തൊക്കെ ജങ്ക് ഫുഡും കാര്യങ്ങളെല്ലാം കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം ദോഷകരമായിട്ട് അവർ പോകുന്നില്ലേ, വഴിതെറ്റി പോകുന്നുണ്ട്. ഒരു ഡ്രഗ് ആയാലും അങ്ങനെ പല കാര്യങ്ങളും ഡ്രഗ് അഡിക്റ്റൊക്കെ ആയിട്ടൊക്കെ പോകുന്നില്ലേ, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ അഡിക്റ്റായി പോകുന്ന നല്ല പരാതികളില്ല. ഒരു 1.5 മണിക്കൂറുകൾ ജിമ്മിൽ ചിലവഴിക്കുമ്പോൾ ഇതിനെല്ലാത്തിനും അവർ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുമല്ല, കുട്ടികൾ ബോധേഡായിരിക്കും അവരുടെ ഹെൽത്തിനെ കുറിച്ചിട്ട്. എന്തൊക്കെ ചെയ്താണ് നമ്മൾ നമ്മുടെ ബോഡി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ബോഡി പരുവത്തിൽ കൊണ്ടുപോകുന്നതെന്നും ഇന്ന് ചെയ്യുന്നവർക്കറിയായിരിക്കും. ആ ഒരു ബോധത്തിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ ഒരുപാട് എണ്ണങ്ങളുടെ വഴിതെറ്റി പോകാനുള്ള സാധ്യത കുറവാണ്. ഒരു പരിധി വരെയൊക്കെ ജിമ്മിൽ പോകുന്നത് നമുക്ക് അങ്ങനെയൊക്കെ ആശ്വസിക്കാൻ പറ്റും. അതുപോലെ കഴിക്കുന്ന ഫുഡിനെ കുറിച്ചൊരു ബോധമായിരിക്കും. ഇതൊക്കെ ഇനി കഴിക്കാമോ, ഇതൊക്കെ നല്ലതാണോ കഴിക്കുന്നത്, എന്തൊക്കെ വേറെ എന്തെല്ലാം നല്ല ഫുഡുകളുണ്ട്, അതൊക്കെ ഇത് കഴിച്ചുകൂടെ എന്നൊക്കെ അവർ ചിന്തിക്കാൻ തുടങ്ങും ജിമ്മിൽ പോകുന്നത് കൊണ്ട്. അതുപോലെ ഏജ് ആയിട്ടുള്ള ആൾക്കാർ, ഇത്രയും പ്രായമായി ഞാൻ എന്തിനാണ് ജിമ്മിൽ പോകുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ നിങ്ങളാണ് പോകേണ്ടത്. പ്രായമായ ആൾക്കാർക്കും പോകേണ്ട സ്ഥലമാണ് ജിമ്മ്. ഒരു യങ്ങും ഒരു പ്രായമായിട്ടുള്ളൊരു മനുഷ്യനുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഈ പ്രായമായിട്ടുള്ള ആൾക്കാണ് ജിമ്മിൽ പോകേണ്ട ആവശ്യം. എന്തിനാണ്? ഏറ്റവും പെട്ടെന്ന് മസിൽ ലോസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതലും സംഭവിച്ചത് ഈ ആൾക്കായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് നിലനിർത്തണമെങ്കിലും അല്ലെങ്കിൽ അത് കൂടുതൽ സംഭവിക്കാതിരിക്കണമെങ്കിലും ഒക്കെ ജിമ്മിൽ പോകുന്നത് നല്ലതാണ്. ഈ പ്രായമാർക്കുണ്ടാകുന്ന ഈ വേദനകളും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ കുറച്ചൊന്ന് എൻഗേജ് ആയിട്ടിരിക്കും, മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ജിമ്മിൽ പോകുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. നിങ്ങൾ കഴിയുമെങ്കിൽ പോകാൻ പറ്റുന്നവരാണെങ്കിൽ കഴിവതും പോകാൻ നോക്കുക. സോ ജിം ഈസ് ഫോർ എവരി വൺ. ലെറ്റ്സ് ഗോ ടു ദ ജിം. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതിന് ഫസ്റ്റ് ലോങ് വീഡിയോ ആയിരിക്കും. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.